സംഖ്യാപുസ്തകം 22:10-11. അതേ അധ്യായം തന്നെ അതിൻ്റെ 10-11 കൂടെ വായിച്ചു. മോവാബ് രാജാവായിരിക്കുന്ന ബാലാക്ക് മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വരുന്ന ഇസ്രായേൽ ജനത്തെ കണ്ടിട്ടോ അവൻ ഉള്ളിനകത്ത് മുഴുവൻ പേടിച്ച് ഭ്രമിച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. കാരണം അവൻ ഇവർ ഞങ്ങളെ ഇപ്പൊ ഇല്ലാതാക്കി കളയും. ആരാണ് ഈ വരുന്ന പാർട്ടി എന്നറിയാവോ? മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന അടിമകളാണ്. നോക്കിയേ, അടിമകളാണ് രക്ഷപ്പെട്ട് വരുന്നത്. ശ്രദ്ധിച്ചോണമേ. അവർക്ക് യുദ്ധം അറിയത്തില്ല, യുദ്ധ ആയുധങ്ങളില്ല, ഒന്നുമില്ല. പക്ഷേ മോവാബ് രാജാവിന് വലിയൊരു സൈന്യമുണ്ട്. അവർക്ക് സ്വന്തം യുദ്ധ ആയുധങ്ങളുണ്ട്. അവർക്ക് സൈന്യത്തിന് നന്നായി യുദ്ധം ചെയ്യാൻ അറിയാം. പക്ഷേ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, രാജാവ് ഇവരെ കുറിച്ച് ഉള്ള കേൾവി കേട്ടപ്പോൾ, 2-ാം വാക്യത്തിൽ പറയാം, ഇസ്രായേൽ അമ്മോന്യരോട് ചെയ്തു നോക്കുകയും സിപ്പോന്റെ മകനായ ബാലാക്ക് അറിഞ്ഞ് സ്തോത്രം ദൈവത്തിന് ഏറ്റവും ഭയപ്പെട്ടു. സ്തോത്രം. ഇവര് വരുന്നത് കാണുമ്പോൾ, ഇവരോടുകൂടെ ദൈവത്തിന്റെ പ്രവൃത്തി കാണുമ്പോൾ അകത്ത് ബാലാക്കിന്റെ ഉള്ളിൽ ഭയം ഉണ്ടാകുവാനിടയായി. ഈ ഭയം ദൈവം ഇടുന്നതാണ്. നമ്മൾ ബൈബിളിൽ ഉടനീളം പഠിക്കുമ്പോൾ ശത്രുവിന് നമ്മളെ കുറിച്ച് ഭയം ഉണ്ടാകുന്നതിന്റെ കാരണം ദൈവം അവരുടെ മേൽ പല സന്ദർഭങ്ങളിൽ ദൈവം ഇടുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പം ഇസ്രായേൽ ജനം അവരിങ്ങനെ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിഞ്ഞ് പേടിച്ച് അതൊരു ആകപ്പാടെ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിഞ്ഞ് ഓരോ ദിവസം ഭക്ഷണമില്ല. അവരുടെ ആവലാതി കേൾക്കണേ സ്വത്രം. ഞങ്ങൾക്ക് ഭക്ഷിക്കാനില്ല, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? മിസ്രൈമിനെ കണ്ട അവർ പുറകെ അനുഗമിക്കുന്ന അവരെ കണ്ട് പേടിക്കുന്നു. ചെങ്കടലിലെ വെള്ളം കണ്ട് പേടിക്കുന്നു. മരുഭൂമിയിൽ വെള്ളം ഇല്ലാതെ പരപ്പെടും. ഇങ്ങനെ നിലവിളി ആവലാതിയും കണ്ണുനീരുമായി മോശേനെ കഷ്ടപ്പെടുത്തി അവരെ കുറിച്ച് തന്നെ ഒരു ബോധ്യമില്ലാതെ നിലവിളിയും ബഹളവുമായിട്ട് അതിൻ്റെ അകത്ത് സ്വത്രം. പക്ഷെ അവരെ കാണുന്ന അമോന്യ രാജാവ് ഇത് അവര് വരുന്നെന്ന് ഞങ്ങൾ ഇപ്പൊ തീരുമെന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ പോയി. സ്തോത്രം. വല്ലാത്തൊരു അനുഭവമാണ്. സ്തോത്രം. ഇത് ഇന്നും ഇത് തന്നെയാണ്. ദൈവസഭയിൽ എടുക്കുമ്പോൾ ദൈവസഭയ്ക്ക് അകത്ത് പ്രശ്നം, പുറത്ത് പ്രശ്നം, മൊത്തം പ്രശ്നം, വീട്ടിൽ പ്രശ്നം, പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുന്നു. മൊത്തത്തിൽ പ്രശ്നമാണ്. സ്വത്രം. അവിടെ പ്രശ്നമില്ല, ഇവിടെ പ്രശ്നമില്ല, അവർക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്ക് ആ പ്രശ്നം, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ പ്രശ്നം. ഇവിടെ ഇതിനകത്ത് സ്വത്രം. അങ്ങനെ കുറെ എണ്ണം പ്രാർത്ഥന നിർത്തുന്നു. അങ്ങനെ കുറെ എണ്ണം ദൈവത്തിന്റെ കോപം കൊണ്ട് നശിച്ചു പോകുന്നു. സ്വത്രം. മരുഭൂമിയിൽ സഭയ്ക്കകത്ത്. മറിച്ച് പുറത്തു നോക്കിയാലോ ഈ പ്രാർത്ഥനക്കാരെ കൊണ്ട് പേടിച്ച് വിറക്കുന്ന വേറൊരു കുട്ടി. സ്വത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്വത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമ്മളെ നോക്കി ഭയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നിരാശ ആവലാതി പിടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ നല്ലൊരു ബോധ്യം. എന്തുകൊണ്ട് ആനപ്പാപ്പാന് കീഴടങ്ങണമെന്ന് ചോദിച്ചാൽ, സ്വത്രം, ആനയുടെ ചിന്ത ഈ പുള്ളിക്കാരൻ നമ്മളെക്കായി വലിയ ആളാണെന്നാണ്. സ്വത്രം. തന്റെ തുമ്പിക്കൈക്ക് ഒരു തട്ട് കൊടുത്ത തീരാനുള്ള മനുഷ്യനാണ് പാപ്പാനുള്ളൂ എന്നുള്ള ചിന്തിക്കാനുള്ള ബോധം ഈ ആനയ്ക്കില്ലാത്തത് കൊണ്ടാ ഇവിടെ ആനെ പിടിയാനെ എടുക്കാനെ നടക്കാനെന്ന് പറയുമ്പോൾ ആന അനുസരിക്കുന്നത്. എന്നതുപോലെ മനുഷ്യരായ നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മൾ ആരാണെന്നും നമ്മളെ വിളിച്ചവൻ ആരാണെന്നും നമ്മുടെ അകത്തുള്ളവൻ ആരാണെന്നും നമ്മൾ അറിയാതെ ആനയുടെ ചെവി ആനയ്ക്ക് മറവായിരിക്കുന്നത് പോലെ പിശാച് പലതുകൊണ്ടും പല സാഹചര്യം കൊണ്ടും പല സമ്മർദ്ദം കൊണ്ടും പലവിധമായ സമ്മർദ്ദത്തിനകത്തുണ്ടായ ആ സാഹചര്യം കൊണ്ട് നമ്മൾ ഇങ്ങനെ ഞെരുക്കിയിട്ട് ഇപ്പൊ ആര് കൺട്രോൾ ചെയ്യുകയാണ്? പിശാച് കൺട്രോൾ ചെയ്യുക പല ദൈവമക്കളെയും. ദൈവത്തിന് ഹല്ലേലൂയ. അത് പിശാചിന്റെ വലിയ പദ്ധതിയാണ്. നമ്മുടെ രക്ഷയുടെ പവർ എന്താണെന്നും നമ്മളിൽ വസിക്കുന്നവൻ ആരാണെന്നും അറിയാതെ നിലവിളിക്കുക. ഇസ്രായേൽ ജനത്തിന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞ ഇസ്രായേൽ ജനത്തിന്റെ മിസ്രൈമിൽ നിന്ന് പോയി മരുഭൂമി കാലം മുഴുവൻ അവർക്ക് തിരിഞ്ഞു നോക്കി ദൈവം ചെയ്ത നന്മയെക്കുറിച്ച് പറയാനേ ഉണ്ടായിരുന്നില്ല.
അവർക്ക് ദൈവത്തോട് എപ്പോഴും പരാതി പറയാനുണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ദൈവസഭയുടെ ദൈവമക്കളുടെ ഏറ്റവും വലിയ പരാജയം ദൈവം ചെയ്ത ഉപകാരം പറയാനില്ല, പക്ഷെ ദൈവത്തോട് കുറെ പരാതി പറയാനാണ്. ഇവര് പറയണ നോക്ക്, ആ രാജ്യത്തിന് എന്താ കുഴപ്പം, ഇസ്രായേൽമാർക്ക് എന്താ കുഴപ്പം, മറ്റവർക്ക് എന്താ കുഴപ്പം, അവർക്കൊരു കുഴപ്പമില്ലല്ലോ, ഇവർക്കൊരു കുഴപ്പമില്ലല്ലോ, ഞങ്ങൾക്കാണല്ലോ എന്നും പ്രശ്നം, എന്നും ഞങ്ങൾ പട്ടിണിയിലാണ്, എന്നും ഞങ്ങൾ പ്രതികൂലത്തിലാണല്ലോ, എന്നും ഞങ്ങൾ ഞെരുക്കത്തിൽ. എന്തൊരു ജീവിത കർത്താവേ, നിന്നെ സേവിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു ജീവിതം, ഇതിലും നല്ലത് മിസ്രൈമിലേക്ക് പോവുകയായിരുന്നു. എടാ, മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് 10 അത്ഭുതങ്ങളിലൂടെ അവരുടെ സകല അകടത്തും സംഹാരതാണ്ഡവും ആടിയിട്ട് അവരുടെ ഇടയിൽ നിന്ന് കടിഞ്ഞു സംഹാരവും കൽമഴിയും വെട്ടിക്കിളിയും ബാധയും എല്ലാം അയച്ച് അവരുടെ നിന്ന് വിടിവിച്ചു കൊണ്ടുവന്ന് ചെങ്കടലിനെ വിഭജിച്ച് അതിൻ്റെ അടുത്ത് ഉണങ്ങിയ നിലത്തോട് കൊടത്തിയതൊക്കെ ഇവരെന്ത് ചെയ്യാണ്? ഓരോ ദിവസവും തലേ ദിവസം ചെയ്ത ഉപകാരം ഇവർക്ക് നന്ദി പറയാനില്ല, മറിച്ച് പരാതി പറയാന്. ദൈവത്തോട് നീ എന്തു ചെയ്തു എന്നാ പറയണേ? ചില മക്കൾ ചോദിക്കും, എന്തു ചെയ്തു എന്നാ പറയണേ? അതൊക്കെ അപ്പൻ്റെ ഉത്തരവാദിത്വമല്ലേ? അവർക്കൊന്നും ചെയ്തത് കാണാൻ ഇനി എന്തൊക്കെ ചെയ്താൽ ഇവരെന്ത് ചെയ്യല? ആമേൻ. അതുകൊണ്ട് അവർക്ക് എന്തുണ്ടായി? കനാൻ ദേശം കിട്ടിയില്ല. കഴിച്ചല്ലോ. ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം പറയാം. നമ്മൾക്ക് നമ്മുടെ കർത്താവിനെയും നമ്മുടെ പ്രവൃത്തിയും കാണാതെ നമ്മുടെ ഇല്ലായ്മ കൊണ്ട് കർത്താവിനോട് ആവലാതി പറഞ്ഞാൽ നമുക്കൊരു നന്മയും കർത്താവിൽ നിന്ന് കാണാൻ പറ്റിയില്ല. എന്നാൽ എന്നെ വിളിച്ച കർത്താവ്, ഇന്നലെ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത കർത്താവ്, മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് എന്നെ വിടുവിച്ച കർത്താവ്, എനിക്ക് വേണ്ടി ചെങ്കടൽ തുറന്ന കർത്താവ്, മരുഭൂമിയിൽ കാടപ്പക്ഷി ഇറക്കിയ കർത്താവ്, മരുഭൂമിയിൽ മന്നാ തന്ന കർത്താവ്, അവൻ സ്വതന്ത്രം. ഹല്ലേലൂയ. ഇന്നലെ അമോര്യരെ വിടുവിച്ച കർത്താവ്, അവൻ ഇന്ന് എനിക്ക് വേണ്ടി അതിലും സ്വല്പമായി ഇത് ചെയ്യുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയും ആ കർത്താവ് എൻ്റെ കൂടെയുള്ളിടത്തോളം കാലം ഞാൻ പരാജയപ്പെടത്തില്ലെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ദൈവവൈതലെ, നിന്റെ ജീവിതത്തിനകത്ത് വരും ദിവസങ്ങളിൽ ചില അത്ഭുതം നടക്കാനിടയായി തീരും. ഹല്ലേലൂയ. കിട്ടാത്തതിനെ കുറിച്ച് പറയരുത്, കിട്ടിയതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. കിട്ടാത്തതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന നിരാശയും പരാജയമായിരിക്കും നമ്മുടെ ആത്മീയതയിൽ പിശാച് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ തന്ത്രമായിരിക്കും. അതിലൂടെ നമ്മൾ നശിച്ച് നമ്മൾ അവന്റെ കോട്ടയ്ക്കകത്തായി പോകും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് കിട്ടാത്തതിനെ ഓർത്ത് നമ്മൾ ഭാരപ്പെടരുത്, തന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കൽ കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ പോകുമ്പോൾ ഒരു മെസ്സേജ് കിട്ടും. അപ്പോൾ ദിവാസം പറഞ്ഞു, എൻ്റെ പ്രാർത്ഥന മുഴുവൻ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളൊക്കെ കർത്താവേ അത് തരണമേ, ഇത് തരണമേ, മറ്റേ തരണമേ, നീ അങ്ങനെ ചോദിച്ചിട്ട് തന്നില്ലല്ലോ, ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ നീ ഉത്തരം തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എല്ലാം കിട്ടിയതിന് ഓർത്ത് കുറേ നേരം സ്തോത്രം ചെയ്യും. അതാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ സമയം ഞാൻ എല്ലാ ദൈവം ചെയ്ത ഉപകാരത്തെ ഓർത്ത് നന്ദി പറയും. ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആവശ്യങ്ങൾ പലതും ഞാൻ പ്രാർത്ഥിക്കാതെ തന്നെ എനിക്ക് തരും. ഹല്ലേലൂയ. ദൈവത്തിന് എന്ത് ചെയ്യണം? സങ്കീർത്തനത്തിൽ ഉടനീളം പറയും, അവനും മഹത്വം കൊടുപ്പീൻ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ മുഴുവൻ മഹത്വം കൊടുക്കുകയാണ്. സ്തോത്രം. ഒരു സൈന്യം എന്റെ നേരെ പാളയമറിയാലും ഞാൻ ഭയപ്പെടത്തില്ല, കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. അതുകൊണ്ട് നീ എന്നെ വരുന്നതിനായി സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം തന്നെ ഒരു വിജയമാണ്. നമ്മുടെ പ്രാർത്ഥന, ഒരു സൈന്യം നമ്മുടെ മുമ്പിൽ പാളയം ഇറങ്ങുമ്പോൾ, കർത്താവേ നീ അവർ പാളയം ഇറങ്ങിയത് കണ്ടില്ലേ, നീ എവിടെയാണ് ഇപ്പോ, ദൈവമേ വേഗം ഇറങ്ങി അവരെ സംഹരിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ അവൻ വിശ്വാസത്താൽ വിശ്വാസക്കനാൽ കാണുവാൻ പറയും, ഈ സൈന്യത്തെ ഓർത്ത് ഞാൻ ഭയപ്പെടുന്നില്ല, കാരണം കർത്താവേ നീ എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതെ, പ്രാർത്ഥന ഒന്ന് തിരിയുമ്പോൾ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഹല്ലേലൂയ. ദൈവമക്കളായിരിക്കുന്ന നാം ഹല്ലേലൂയ കിട്ടാത്തതിനെ ഇല്ലാത്തതിനെ ഓർത്ത് ആവലാതി പറയാം. കിട്ടിയ നന്മയോർത്ത്, ദൈവം ചെയ്ത ഉപകാരത്തെ ഓർത്ത്, കർത്താവേ നീ ഇനിയും ചെയ്യുന്ന അത്ഭുതങ്ങളെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ആരാധന കൊടുക്കുമ്പോ ദൂതൻ
ദൂതന്മാർ രാപ്പകൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നാമം അവരോട് കൂടെ ആരാധനയ്ക്ക് യോഗ്യനായ സകല ആരാധനയ്ക്ക് സ്വീകാര്യനായ ആ കർത്താവിനെ നാം ആരാധിക്കുമ്പോൾ ആരാധനയിൽ വലിയ വിടുതലുകൾ നടക്കുക. ആരാധനയിൽ അവൻ ആ സ്തുതിയിൽ ആ മഹത്വത്തിൽ അത്ഭുതങ്ങൾ നമ്മൾ കാണുവാനിടയായി ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കുറെ സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ പല കാര്യവും നടക്കുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ വിശ്വാസക്കണ്ണാൽ കാണണം, എൻ്റെ കൂടെയുള്ള കർത്താവ് വലിയവനാണ്. സ്തോത്രം. എൻ്റെ കൂടെയുള്ള കർത്താവ് ഏത് പ്രതിസന്ധിയിൽ എന്നെ നടത്താൻ മതിയായവനാണ്. അവൻ എന്നെ നശിച്ചു പോകാൻ സമ്മതിക്കുകയില്ല. എന്റെ ശത്രു ജയിക്കാൻ ഇടവരുത്തത്തില്ല. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അതിനോട് തുല്യം ചെയ്യാൻ വേറൊരാൾക്കും പറ്റത്തില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ആരാണ്? രാജകീയ പുരോഹിത വർഗമാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ, ആമേൻ. നാം ഹല്ലേലൂയ സകല ആമേൻ ജാതികളെക്കാളും മേത്തരമായ ഒരു ജാതി എന്ന് തിരുവചനം പറയുന്നു. ആമേൻ. ദൈവത്തിന്റെ മക്കളായ നമ്മളാണ്. ഹല്ലേലൂയ. ഇവിടെ ഞാൻ ശ്രേഷ്ഠനാണെന്ന് പറയുന്നതിനൊക്കെ ഇച്ചിരി കഴിയുമ്പോ തീയിലേക്ക് തള്ളപ്പെടുമ്പോ നാം ജ്യോതിസുകളെ പോലെ കർത്താവിന്റെ സന്നിധിയിൽ പ്രകാശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആ തിരിച്ചറിവിലേക്ക് നാം കയറണം. രണ്ട്, ആമേൻ, നാം ആരാണ്? രാജകീയ പുരോഹിത വർഗമാണ്. അതുപോലെ നാം ദൈവത്തിന്റെ മക്കളാണ്, നിത്യതയുടെ അവകാശിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പിശാചിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നേരിട്ട് തൊടാൻ പറ്റുകയില്ല. സ്തോത്രം. പിശാചിന് എന്ത് ചെയ്യല? ആമേൻ. അവരറിയാം ഇവരോട് കളിച്ചാൽ കളി പാളും. സ്തോത്രം. പണി കിട്ടും. സ്തോത്രം. ഇവിടെ മോവാബ് രാജാവിന് നല്ലൊരു ബോധ്യമുണ്ട്. എന്താ അറിയാ? സ്തോത്രം. ഈ ജനം പലരെയും കൊന്നും ചെങ്കടലിനെ വിഭജിച്ചും മിസ്രൈമിലെ സ്തോത്രം കടിഞ്ഞൂൽ സംഹാരം നടത്തി അവരെ ബാധ കൊണ്ട് അവരുടെ ദൈവത്തിന്റെ ശക്തിയാൽ ഇവർ വിടുവിക്കപ്പെട്ടു വരികയാണ്. അപ്പൊ ഇവരെ യുദ്ധം ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ആമേൻ മോവാബ് രാജാവായിരിക്കുന്ന ഈ ബാലാക്കിന് നന്നായിട്ട് അറിയാം. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ബാലാക്ക് വിചാരിച്ചു ഇവിടെ ഒരുവനുണ്ട് ബിലെയാം, അവൻ പറയുന്നത് പോലെ സംഭവിക്കും. അതുകൊണ്ട് അവനെ വിളിച്ചെന്ത് ചെയ്യാം? ഈ ജനത്തെ ശപിക്കാം. ശപിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെന്ന് ശപിക്കപ്പെട്ടവരെ പിന്നെ വേഗത്തിൽ അപ്പൊ ഇവരുടെ സൈന്യബലം ഉണ്ടായിട്ടും അപ്പുറത്ത് ദൈവബലം ഉള്ളത് കൊണ്ട് അവർ ജയിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ശപിച്ച് തന്ത്രത്തോടെ അവരെ വിജയിക്കാനുള്ള പദ്ധതിയാണ്. അല്ലേ? നമുക്കറിയാം ഇസ്രായേലിന് ആകപ്പാട് 1.5 ലക്ഷം മിലിറ്ററി ഉള്ളൂ. ഇറാഖിന് 6 ലക്ഷം മിലിറ്ററി ഉണ്ട്. പക്ഷേ 6 ലക്ഷം മിലിറ്ററിയിലും ഇസ്രായേൽ പിടിച്ചു നിൽക്കുന്നത് 1.5 ലക്ഷം മിലിറ്ററി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരുടെ കൂർമ്മ ബുദ്ധി, തന്ത്രപരമായ നീക്കമാണ് എപ്പോഴും അവർക്ക് ജയം നൽകിയിട്ടുള്ളത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഈ 6 ലക്ഷം മിലിറ്ററിയെ അവരുടെ സൈന്യത്തെ നിർവീര്യമാക്കാൻ 1.5 ലക്ഷം മാത്രമുള്ള ഇസ്രായേൽ സൈന്യത്തിലെ ചില ആളുകൾക്ക് കഴിയുന്നെങ്കിൽ, അവരുടെ മുഴുവൻ ആളുകളെ ഉപയോഗിക്കുന്നില്ല, അവരിൽ ചിലരിലൂടെ അത് കഴിയുന്നെങ്കിൽ, ഞാൻ തിരിച്ച് നിങ്ങൾക്ക് വേണ്ടി അറിവിന് വേണ്ടി ഒരു കാര്യം പറയാ. ദൈവമക്കളായിരിക്കും നമ്മൾ ശക്തരാണ്. നമ്മൾ ആരാണ്? ശക്തരാണ്. നമ്മുടെ ശക്തിയാണല്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. നമ്മൾ ആരാണ്? ശക്തരാണ്. ഈ ശക്തരായ നാം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് അവൻ നൽകുന്ന ജ്ഞാനവും കൂടെ ഉപയോഗിച്ചാൽ ഹല്ലേലൂയ, ആമേൻ, നമുക്ക് ദൈവം തരുന്ന ജ്ഞാനവും ദൈവം തരുന്ന അറിവും ദൈവം തരുന്ന ബുദ്ധിയും ദൈവം തന്നിരിക്കുന്ന ശക്തിയും നമ്മൾ ഉപയോഗിച്ചാൽ നമ്മളെ തൊടാൻ ആർക്കും പറ്റുകയില്ല. നമ്മളെ തൊടാൻ ഒരു പിശാചിനും പറ്റത്തില്ല. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ പിശാച് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് പൗലോസ് പറയാണ്, അവന്റെ പിടിച്ചു നിൽപ്പ് മുഴുവൻ ഏതിനകത്താണ്? തന്ത്രത്തിനകത്താണ്. ഇവിടെ മോവാബ് രാജാവായ ബാലാക്ക് തന്ത്രത്തിനകത്താണ് പരിപാടി ചെയ്യുന്നത്. എന്നാൽ ദൈവം പറയാണ്, അവൻ പിശാച് തന്ത്രശാലി ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ബാലാക്കിന്റെ തന്ത്രം ഇവരെ നേരിട്ട് കീഴ്പ്പെടുത്താൻ പറ്റാത്ത കൊണ്ടൊന്ന് ശപിക്കണം. അതുകൊണ്ട് ബിലിയാമിനെ കൊണ്ടുവന്ന് ആമേൻ ശപിപ്പിക്കണം. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് 5-ാം വാക്യത്തിനകത്ത് 22:5 പറയുക, നീ ഈ ജനത്തെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ശപിക്കണമേ. 6-ാം വാക്യത്തിൽ, നീ ഈ ജനത്തെ ശപിക്കണമേ, അവർ എന്നേക്കാൾ ബലവാന്മാരായിരിക്കുന്നത് കൊണ്ട്, പക്ഷേ അവരെ തോൽപ്പിക്കുവാൻ ദേശത്തുനിന്ന് ഓടിച്ചു കളയുവാൻ എനിക്ക് കഴിയുമായിരിക്കും. അടുത്ത വാക്ക് ശ്രദ്ധ, നീ അനുഗ്രഹിക്കുന്നവൻ നീ ശപിക്കുന്നവൻ. ആമേൻ. ബിലിയാം ആരാണ്? 9-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയും, ദൈവം ബിലിയാമിന്റെ അടുക്കൽ വന്നു നിന്നോട് കൂടെയുള്ള ഈ മനുഷ്യൻ ആരെന്ന് ചോദിച്ചു. അപ്പൊ ബിലിയാമിന്റെ അടുക്ക വന്നത് ആരാ? ഇവൻ ആരാ? ദൈവത്തിന്റെ പ്രവാചകനാണ്. അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കുള്ളൂ, ഇസ്രായേൽ ജനമല്ല. അപ്പോൾ തന്നെ ദൈവം അബ്രഹാമിനെ പോലെ വേറെ തെരഞ്ഞെടുത്തിരിക്കുന്ന മൽക്കീസദേക്ക്, ദൈവത്തിന്റെ ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രതിപുരുഷനായവൻ. സ്വത്രം. ഇവിടെ ബിലിയാം ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. അവന്റെ അടുക്കൽ ആര് വരികയാണ്? ദൈവം വരികയാണ്. ദൈവത്തിന്റെ സ്വന്തം. അപ്പൊ ദൈവത്തിന്റെ പ്രവാചകൻ ഒരു വാക്ക് പറഞ്ഞാൽ 6-ാം വാക്യത്തിൽ പറഞ്ഞു, നീ ഒരുവനെ ശപിച്ചാൽ അവൻ ശപിക്കപ്പെടും, നീ ഒരുവനെ അനുഗ്രഹിച്ചാൽ അവൻ അനുഗ്രഹിക്കപ്പെടും. ആര് പറയുന്നു? ഈ മോവാബ് രാജാവ് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണേ, നമ്മൾ വെറുതെ ഹല്ലേലൂയ പലപ്പോഴും അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ്, സ്തോത്രം, പലപ്പോഴും നമ്മുടെ അകത്തുള്ള സംഭവത്തെ നമ്മൾ ദുർവിനിയോഗം ചെയ്യുകയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരുന്നു, പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഈ വകയെല്ലാം എന്ത് ചെയ്യണം? വിട്ടൊഴിയണം. വെറുതെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ വായിലെ അധികാരത്തെ നമ്മൾ എന്ത് ചെയ്യരുത്? ദുർവിനിയോഗം ചെയ്യരുത്. അതുകൊണ്ട് നമ്മളെ നോക്കി അനാവശ്യമായി എന്ത് ചെയ്യരുത്? അവിശ്വാസത്തിന്റെ, 2 ശാപത്തിന്റെ, നിരാശയുടെ വാക്ക് എന്ത് ചെയ്യരുത്? നാളെ ദൈവമേ ഞാൻ നിന്നെ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. കർത്താവ് പറയും, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി നിന്റെ വായിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു? അധികാരവും അനുഗ്രഹവും എല്ലാം നൽകി. മരണവും ജീവനും ശാപവും അനുഗ്രഹവും എവിടെ ഇരിക്കുന്നു? നാവി തന്നു. പക്ഷെ നീ എന്ത് ചെയ്തു? നിന്നെ നോക്കി ചെറിയ പ്രതിസന്ധി വന്നപ്പോ നിരാശ പറഞ്ഞു. നീ നിന്നെ നോക്കി ശപിച്ചു. സ്തോത്രം. നീ നിന്റെ മക്കളെ നോക്കി ശപിച്ചു. നീ നിന്റെ ഭാവിയെ നോക്കി ശപിച്ചു. നീ നിന്റെ പുസ്തകത്തെ നോക്കി ശപിച്ചു. നീ നിന്റെ ജോലിയെ നോക്കി ശപിച്ചു. നീ നിന്റെ സാഹചര്യത്തെ നോക്കി ശപിച്ചു. ലാസ്റ്റ് എന്ത് വന്നു? എല്ലാ ശാപവും വന്നു. എന്നിട്ടിപ്പോ ആർക്ക് പരാതി? ദൈവമക്കളെ, ആവശ്യമില്ലാത്ത വാക്കുകളെ ഒഴിവാക്കുക. നാളെ ശാപവാക്ക് പറഞ്ഞ് ശാപം വീട്ടിൽ വന്നിട്ട് അതിന് ദൈവത്തെ കുറ്റം പറയരുത്. ആവശ്യമില്ലാത്ത വാക്ക് പറഞ്ഞ് എന്ത് ചെയ്യരുത്? സ്തോത്രം, ഹല്ലേലൂയ. ചില വീട്ടിൽ ഓവർ കറണ്ട് ബില്ല് വരും. അപ്പോൾ പറയും, ഇത് ഇലക്ട്രിസിറ്റി പോയി പറയും, ഞങ്ങൾ ഇത്രയൊന്നും ഉപയോഗിച്ചിട്ടില്ല, വീട് ഫ്രിഡ്ജില്ല, AC ഇല്ല, മറ്റു സംഭവങ്ങളില്ല. ഇനി പറയും ഒരു മിക്സി പോലും ശരിയായിട്ട് അത് കുറേ നാളായിട്ട് വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് കറണ്ട് ബില്ല് 5000. അപ്പോൾ അവർ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ പറയും, ഇത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്?
ലീക്കുണ്ട്, എർത്ത് ലീക്കായി പോവുക, എർത്തായിട്ട് ഭൂമിയിൽ കറണ്ട് ഷോട്ട് വന്ന് ഭിത്തിയിലോ ഈ കമ്പിയിലോ ഒക്കെ എന്ത് ചെയ്യും, എർത്ത് കറണ്ട് കയറി പാസ് ചെയ്ത് ഭൂമി പോയി, അങ്ങനെ കറണ്ട് ആവശ്യമില്ലാതെ പോകുക. ഇപ്പോൾ കറണ്ട് ബില്ല് മുഴുവൻ നമ്മൾ അടയ്ക്കുക. അപ്പോൾ കാരണം ഈ ഇലക്ട്രീഷ്യൻ നന്നായി ചെയ്തില്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാകും. എന്നതുപോലെ നമ്മുടെ മേൽ ദൈവം നൽകിയിരിക്കുന്ന ദൈവശക്തി അനാവശ്യമായി സംസാരിച്ച് പതിലൂടെ ചോർന്നു പോയിട്ട് നമ്മളൊരു ശൂന്യമായി പോകാതെ നമ്മൾ എപ്പോഴും നമ്മളെ നോക്കി വിശ്വാസം പറയണം, നമ്മളെ നോക്കി അനുഗ്രഹം പറയണം, നമ്മുടെ സഭയെ നോക്കി അനുഗ്രഹം പറയണം, നമ്മുടെ തലമുറയെ നോക്കി അനുഗ്രഹം പറയണം. ആമേൻ, ഹല്ലേലൂയ. ശകാരിക്കണം, ഹല്ലേലൂയ, ശിക്ഷിക്കണം. പക്ഷേ ആമേൻ, സ്തോത്രം, അധോഗതി പറയരുത്. ദൈവത്തിന് സ്തോത്രം. നിരാശ പറയാ. ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ച് ദൈവം എല്ലാം ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇനി നാളെ മക്കളെന്ന് പറയും ഒരു കാര്യം തെറ്റായിട്ട് വഴക്ക് പോലും പറയാൻ പാടില്ല എന്ന് പറയും. അതല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം, നന്നായി വഴക്ക് പറയണം, നന്നായി ശിക്ഷിക്കണം. പക്ഷേ ആമേൻ, സ്തോത്രം, ഗതി വരികയില്ല എന്ന് എന്ത് ചെയ്യരുത്, പറയരുത്. ഗുണം പിടിക്കുകയില്ല എന്ന് പറയരുത്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, ദൈവത്തിന് സ്തോത്രം. നമ്മൾ നല്ല ആമേൻ നിലയിൽ നമ്മളെക്കുറിച്ച് തന്നെ സംസാരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളിൽ ആമേൻ മരണവും ജീവനും അനുഗ്രഹവും ശാപവും നിന്റെ നാവിലിരിക്കുന്നുണ്ട്. ആമേൻ, ആര് നിന്നെക്കുറിച്ച് എന്തു പറഞ്ഞാലും അതോർത്ത് നീ ഭയപ്പെടണ്ട. പക്ഷെ ആര് പറഞ്ഞാലും അതോർത്ത് ഭയപ്പെടണ്ട. പക്ഷെ നമ്മൾ എന്താ പറയണമെന്ന് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, വെറും വായ നമ്മൾ പറഞ്ഞു വിടരുത്. സ്തോത്രം. ഏതു പ്രതിസന്ധിയിലും ആമേൻ, ദൈവം എനിക്കൊരു ഉദാഹരണം തരുമെന്ന് ആമേൻ നമ്മൾ വിശ്വാസത്താ പറയണം. നിങ്ങൾ ഈ സങ്കീർത്തനം ഒന്നിൻ്റെ പുറകെ ഒന്നായി വായിച്ചു നോക്കിയേ. അവിടെ എല്ലാം പ്രതിസന്ധികളിൽ ആമേൻ, അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാ പ്രതിസന്ധി ദൈവം എനിക്കിതിലൊക്കെ ജയം തരും. നശിച്ച നാരായണക്കല്ല് പിടിച്ച് തീർന്നെന്ന് പറയുന്ന സ്ഥലത്തും വിശ്വാസത്താ പറയാം, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. പറയാണ്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത്. എടാ, ഞാനിങ്ങനെ ശപിക്കപ്പെട്ട് നശിച്ചു പോയാ എന്താ കാര്യം? ഒരു പ്രയോജനമില്ല. അപ്പൊ അവിടെ പറയാ, ഞാൻ എന്ത് ചെയ്യാണ്, നന്മ കണ്ടു എന്നല്ല, കാണുമെന്ന് വിശ്വസിച്ചില്ലേ കഷ്ടം. അതിന്റെ മുമ്പിൽ മുഴുവൻ നിരാശയുടെ കാര്യങ്ങളാ, പ്രതിസന്ധികളുടെ കാര്യങ്ങളാ, തള്ളപ്പെട്ട കാര്യങ്ങളാ, ഒറ്റപ്പെട്ട കാര്യങ്ങളാ. പക്ഷെ അവസാനം അതിൻ്റെ എല്ലാം അങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ ദൈവം എന്നെ ഈ മനുഷ്യരുടെ മുമ്പിൽ ഒരു അനുഗ്രഹമാക്കി മാറ്റും. അങ്ങനെ പറഞ്ഞാണ് സങ്കീർത്തനക്കാർ മുഴുവൻ എന്ത് ചെയ്ത് അനുഗ്രഹിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളും വിശ്വാസത്താൽ പറയണം, വിശ്വാസത്താൽ കാണണം, വിശ്വാസത്താൽ കൽപ്പിക്കണം. ഹല്ലേലൂയ. പിശാചിന്റെ ഒന്നാമത്തെ തന്ത്രം നമ്മളെ കൊണ്ട് തന്നെ നമ്മളെ കുറിച്ച്, നമ്മുടെ വീടിനെ കുറിച്ച്, നമ്മുടെ ഭാവിയെ കുറിച്ച്, നമ്മുടെ മക്കളെ കുറിച്ച് നിരാശ കൊണ്ടുവന്ന് നിരാശയുടെ വാക്ക് പറയിപ്പിക്കും. ആമേ, നമ്മൾ പ്രതിജ്ഞ എടുക്കണം, ഞാൻ നിരാശപ്പെട്ട് നിരാശ എൻ്റെ ജീവിതത്തിൽ വരാൻ ഞാൻ അനുവദിക്കത്തില്ല, അത് ഞാൻ പറയത്തില്ല. ഏത് നിരാശയിലും ഏത് കഷ്ടതയിൽ നിന്നും എന്ത് ചെയ്യും, എൻ്റെ ദൈവം എന്നെ ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ദൈവം എൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. ഹല്ലേലൂയ. മനസ്സിലായോ? എന്ത് പറയണം? ദൈവം എൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. ദൈവം എന്നെ അനുഗ്രഹിക്കും. ദൈവം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ദൈവം എൻ്റെ ഭാവിയെ അനുഗ്രഹിക്കും. എൻ്റെ തലമുറയെ അനുഗ്രഹിക്കുക. എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുക. എൻ്റെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കും. വിശ്വാസത്തെ പറയണം. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ജീവിതത്തിലെ അവസ്ഥകൾക്ക് മാറ്റം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ പ്രത്യേകത. ഹല്ലേലൂയ. ദൈവം നമ്മളോട് അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കുക. ഒരു കാര്യം പറഞ്ഞാൽ അതിനെ മുറുകെ പിടിക്കണം. ബിലിയാമിന്റെ അടുക്കൽ ഇപ്പോ മോവാബ് രാജാവ് പറയാണ്, നീ വന്ന് ഈ ജനത്തെ എന്ത് ചെയ്യണം, ശപിക്കണമെന്ന് മോവാബ് രാജാവ് ബാലാക്ക് പറയും. ഇപ്പം ഈ പ്രതിനിധികളെ വിട്ടു. സ്തോത്രം. അവര് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു പറയാം, നിങ്ങൾ ഇന്നിവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സന്ധ്യയായിപ്പോൾ കർത്താവ് വന്നിട്ട് ബിലിയാമിന്റെ ചോദിച്ചു, ഇവരാരാന്ന് ചോദിച്ചു. ഇന്നതുപോലെ ശപിക്കാൻ വേണ്ടി ഒരു ജനം വന്നിട്ടുണ്ട് മോവാബിൽ. അവരെ ശപിക്കാൻ വേണ്ടി അവിടുത്തെ മോവാബ് രാജാവ് എന്നെ ക്ഷണിക്കാൻ വിട്ട ആളുകളാന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, ആ ജനം എൻ്റെ ജനമാണ്,
അവർ എന്നാൽ അയക്കപ്പെട്ടവരാണ്, നീ എന്ത് ചെയ്യരുത്, പോകരുതെന്ന് പറഞ്ഞു. ഇപ്പം ബിലയാം പോയില്ല. അടുത്ത ദിവസം ഇവർ മടങ്ങി ചെന്ന് രാജാവിനോട് പറഞ്ഞു ബിലയാം വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെക്കാൾ ശ്രേഷ്ഠന്മാരായ ആളുകളെ മോവാബ് രാജാവ് പിന്നെ അയച്ചിട്ടുണ്ട്. ഞങ്ങളെ രാജാവ് നിന്നെ ഭയങ്കരമായിട്ട് മാനിക്കും, ചെറിയ സമ്മാനമല്ല, വലിയ സമ്മാനത്. അപ്പം അന്ന് രാത്രി ബിലയാം പറഞ്ഞു, ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, എന്നോട് കൂടെ പാർക്ക്, ഞാൻ ദൈവമായിട്ട് സംസാരിക്കട്ടെ. ദൈവം പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ദൈവം എന്ത് ചെയ്തു, ഞാൻ പറയുന്നത് നീ പറയാം. പക്ഷേ പോകുന്നതിൻ്റെ ഇടയിൽ മുഴുവൻ എല്ലാം കൂടെ ഇപ്പം വിശുദ്ധീകരിക്കാൻ പറ്റുകയില്ല. ആ പോയി പരിപാടി ചെയ്തതും ഒക്കെ ശരിയാണ്, പക്ഷേ അത് അവൻ്റെ ജീവിതത്തിൽ വൻ നാശമുണ്ടാക്കി, അവനെ വേഗത്തിൽ സ്വത്രം ഈ ലോകത്തു നിന്ന് തുടച്ചു നീക്കാൻ അത് കാരണമായി. സ്വത്രം പെട്ടെന്ന് സ്വത്രം ബിലിയാമിന് മരണം വരാൻ ആ യാത്ര കാരണമായി. ഈ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്, എൻ്റെ പോലെയല്ല. സ്വതന്ത്രം എനിക്കൊരു പ്രത്യേകത ഉണ്ട്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, പക്ഷേ എൻ്റെ ഒരു ബലഹീനത സ്വതന്ത്രം തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, തിരുത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ കർത്താവ് എന്ത് ചെയ്യല, അങ്ങനെ ചെയ്യല. സ്വതന്ത്രം ബുദ്ധിയുള്ളവനും വിവേകമുള്ളവനും രക്ഷപ്പെടുന്നൊരു മാർഗമാണ് ക്രിസ്തീയ ജീവിതം. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായി? എല്ലാ വിശ്വാസികളും രക്ഷപ്പെടില്ല. ഒരു കാര്യം ഒരു പ്രാവശ്യം കർത്താവ് പറയും, നിനക്ക് പറ്റുകയല്ലേ, വേണ്ട, അവിടെ പറ്റുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. സ്തോത്രം. ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യം ഒരു പ്രാവശ്യം പറയുള്ളൂ. രണ്ടാമത് കർത്താവേ എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും നീ ചെയ്തോളാൻ പറയും. പക്ഷെ ഭവിഷ്യത്ത് ആരനുഭവിക്കണം? കർത്താവല്ല അനുഭവിക്കണ്ടേ. ദൈവം ഒരു പ്രാവശ്യം ആദ്യമേ നോ എന്ന് പറഞ്ഞാൽ, നോ എന്നത് അന്യാണെങ്കിൽ നമ്മൾ അങ്ങനെ അത് ഉൾക്കൊള്ളുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹം. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നു, ദൈവം ആഗ്രഹിക്കാത്ത ഒരു കാര്യം നമ്മൾ കർത്താവിൻ്റെ സഹായത്തോടെ ദൈവത്തിനെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാൽ അത് എവിടെയെങ്കിലും നമുക്ക് ഒരു കെണിയാണ്. ഹല്ലേലൂയ. തെളിവ് സ്തോത്രം. ഹിസ്കിയാവിനോട് ദൈവം പറഞ്ഞു, ഹിസ്കിയാവേ മോനെ, നീ നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കോ, നീ മരിച്ചു പോകാറായി. എടാ എവിടേക്ക് മരിച്ചു പോണേ? അത് മനസ്സിലാക്കണം. ഈ മരണത്തെക്കുറിച്ച് കൂടുതൽ പേടിക്കൊന്നും വേണ്ട. ഹല്ലേലൂയ. മരിച്ചു പോണ കർത്താവിൻ്റെ അടുക്കലേക്കല്ലേ ഭക്തന്റെ മരണം. പക്ഷേ ഹിസ്കിയാവ് ഭിത്തിയോട് ചുമരോട് ചേർത്ത് ആ മുഖം തിരിച്ചിട്ട് ഒറ്റ നിലവിളി, കർത്താവ് എന്നെ ഇപ്പൊ എടുക്കരുത്, ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം നല്ല കാര്യം ചെയ്തു, നീ എന്നെ എന്ത് ചെയ്യരുത്, ഇപ്പൊ വിളിക്കരുത്. പ്രവാചകൻ പറഞ്ഞ് അവൻ നടുമുറ്റം കഴിഞ്ഞ് അപ്പുറത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് ദൈവം തിരിച്ചു പറഞ്ഞു, അവൻ്റെ നിലവിളി കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവനെ വിളിക്കണമെന്ന് ആഗ്രഹം, പക്ഷെ അവൻ്റെ നിലവിളി കാരണം എനിക്ക് അവനെ വിളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ എന്ന് പറ, ഞാൻ നിൻ്റെ ആയുസ് 15 സമവത്സരം നീട്ടി തന്നിരിക്കുന്നു. ഹാപ്പിയായി, ഒറ്റ പ്രാർത്ഥന, സംഭവം നടന്നു. പക്ഷേ ആ 15 വർഷത്തിനകത്തുണ്ടായ തലമുറയാണ് രാജഭരണമേറ്റത്. അതോടുകൂടെ രാജ്യം മുഴുവൻ നശിച്ചു, തൻ്റെ ജനറേഷൻ നശിച്ചു, മൊത്തം പാപപങ്കിലമായ അനുഭവങ്ങളുണ്ടായി. സ്തോത്രം. ചിലപ്പോൾ കർത്താവ് ഏതെങ്കിലും നിലയിൽ ഒരു കാര്യം നോ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രം അതാ നല്ലത്, അതിൻ്റെ പിന്നിൽ ഒരു അനുഗ്രഹമുണ്ട്. ബിലിയാമിനോട് പറഞ്ഞു നീ പോകരുത്, അവൻ പറഞ്ഞു കർത്താവേ ഞാൻ പോട്ടെ. സ്വതന്ത്രം. കർത്താവ് പറഞ്ഞു പൊക്കോ, പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ. അപ്പം പറഞ്ഞതുപോലെയാണ്. പക്ഷേ അവിടെ തൻ്റെ ജീവിതത്തിൽ തൻ്റെ അനുഗ്രഹത്തിന്, തൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിന് തടങ്കലായി മരണം ക്ഷണിച്ചു വരുത്തി. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു പക്ഷേ അവ സ്വർഗത്തിൽ പോയിരിക്കാം, പക്ഷെ വേറൊരു വലിയ കൂട്ടം നരകത്തിൽ പോയതിൻ്റെ കാരണം ബിലിയാമായി മാറി. ഹല്ലേലൂയ. അവിടെ ആ ഭാഗം ധ്യാനിച്ച് പഠിക്കുമ്പോൾ ഞാൻ വിശുദ്ധീകരിക്കാതെ, ഹല്ലേലൂയ, എല്ലാം കൂടെ വിശുദ്ധീകരിക്കാനും പറ്റില്ല. ഒരു വലിയ കൂട്ടം നരകത്തിൽ പോകാൻ ആര് കാരണമായി? ദൈവത്തിൻ്റെ പ്രവാചകനായ ബിലിയാം കാരണമായി. അപ്പോൾ ഇവൻ ഇത്രയും നാൾ ചെയ്തത് അവിടെ എന്ത് ചെയ്തു? ഈ PSC പരീക്ഷയ്ക്ക് എഴുതുന്ന പോലെ മൈനസായിപ്പോയി. ഇപ്പൊ സ്വർഗത്തിൽ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ചിലർ അവയെ രക്ഷ പ്രാപിക്കും, പ്രയാസേന രക്ഷ പ്രാപിക്കും, തീയിലൂടെ എന്ന പോലെ അത്രേ നിത്യലജ്ജ. ഇവിടെ ഭയങ്കര സംഭവമായിരുന്നു ബിലിയാം.
കാരണം ഇവൻ്റെ ഒരു വാക്കിന് ഭയങ്കര വില. ഇവൻ പറയുന്നത് അതുപോലെ സംഭവിക്കുന്നു. ഇവൻ പറയുന്നതിന് അച്ചട്ടാണ്, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. പക്ഷെ സ്വർഗത്തിൽ ഇവൻ ചെന്നപ്പോൾ ഉണ്ടല്ലോ, അല്ല പറഞ്ഞ ഏറ്റവും താഴേക്കടിയിലുണ്ട്, ഡോർമെറ്റിക്കകത്ത് സ്വർഗവാസം. എന്താ കർത്താവേ, ഞാൻ അവിടെ ഭൂമിയിൽ ഭയങ്കര ആദരണീയ. ശരിയാണ് മോനെ, പക്ഷേ നീ കാരണം കുറെ എണ്ണം നരകത്തിൽ പോയതുകൊണ്ട് നീ ഏറ്റു പറഞ്ഞപ്പോൾ ഞാൻ ക്ഷമിച്ചു. പക്ഷേ സ്വർഗത്തിൽ നിനക്ക് വലിയ പ്രതിഫലമൊന്നുമില്ല, നിന്റെ എല്ലാ പ്രതിഫലവും അതിലൂടെ പോയി. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവം പറയുന്നതിന് അപ്പുറം നമ്മൾ പോകുന്നത് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാണ്. നമ്മൾ എപ്പോഴും കാണേണ്ടത് ഈ താൽക്കാലിക ഭൂമിയിലെ നന്മയേക്കാൾ സ്വർഗത്തിലെ പ്രതിഫലം കാണണം. അതിൽ ഒരു പ്രതിഫലം പോലും പോകാതെ ഇരിക്കാൻ നമ്മളെ കൊണ്ട് മാക്സിമം പ്രയത്നിക്കണം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിന് എൻ്റെ പ്രതിഫലം പോയി പോകുമോ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഭയപ്പെടുന്നു. കാരണം നിങ്ങളാണ് എൻ്റെ പ്രതിഫലം. ഇവന്മാര് പാപം ചെയ്തു പോയാൽ എൻ്റെ കിരീടം ചിലത് താഴെ പോകും. അതുകൊണ്ട് ഞാൻ കർത്താവേ അവര് സ്വർഗത്തിൽ വരണം, സ്വർഗത്തിൽ വരണം. അപ്പം ആ സ്വർഗത്തിലെ പ്രതിഫലം കണ്ട് പൗലോസ് എന്ത് ചെയ്യാ? പ്രാർത്ഥിക്കുന്നു, ലേഖനം എഴുതുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്നെങ്ങാനും കർത്താവ് വന്നാൽ എനിക്ക് ഇന്ന പ്രതിഫലം കിട്ടുമോ എന്ന് പറയത്തക്കവണ്ണം എന്തെങ്കിലും പ്രതിഫലത്തിന് നമ്മുടെ കയ്യിലുണ്ടോ? ശ്രദ്ധിച്ചേ. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയും സ്വർഗത്തിൽ എത്തിയാൽ മതി കർത്താവേ. ഹല്ലേലൂയ. അല്ല, പോരാ, എങ്ങനെയും സ്വർഗത്തിൽ എത്തുകയല്ല. സ്വർഗത്തിൽ എത്തണം, അത് ഏറ്റവും പ്രധാനമായത്. പക്ഷേ അവസരങ്ങൾ എന്ത് ചെയ്യരുത്? പാഴാക്കരുത്. ക്രൂശിലെ ഒരു കള്ളനും എന്ത് ചെയ്തു? സ്വർഗത്തിൽ. ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലിരിക്കുക, അവസാനത്തെ ഒരൊറ്റ വാക്കുകൊണ്ട് പുള്ളി സ്വർഗത്തിലെത്തി. സ്തോത്രം. നമ്മൾ ഈ ആയുസ് മുഴുവൻ ജീവിച്ചിട്ട് സ്വർഗത്തിലെത്തി. ആരാ മിടുക്കൻ? സ്തോത്രം. അല്ലേ? അതുകൊണ്ട് ക്രൂശിലെ കള്ളനെ പോലെ വലിക്കാൻ സ്വർഗത്തിൽ കയറാനും ഇരിക്കരുത്, അത് വേറെ കാര്യം. സ്തോത്രം. അത് അവന് കൊടുത്തൊരു അവസരമാണ്. നമുക്ക് ഇപ്പോൾ തന്നെ അവസരത്തെ പാഴാക്കിയാൽ ഈ അവസരം പിന്നെ മടങ്ങി വരികയില്ല. ഹല്ലേലൂയ. ഒരിക്കൽ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചു. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ആ ഒരു സഹോദരിയുടെ പുസ്തകത്തിനകത്ത് താൻ എഴുതി എങ്ങനെയാണ്? ദൈവം എന്നെ സ്വർഗം കാണിച്ചു, നരകം കാണിച്ചു. നരകത്തിനകത്ത് തീക്കകത്ത് വേമ്പുമ്പോഴും അവിടെ വാക്യം പറയുന്ന കുറേ പേരെ കണ്ടു. മുട്ടുകുത്തി യേശുവിനോട് ക്ഷമയാചിക്കുന്ന ഒത്തിരി പേരെ നരകത്തിൽ താൻ കാണുവാനിടയായിച്ചിരുന്നു. അയ്യോ, ഞാൻ പാപം ചെയ്തു പോയല്ലോ എന്ന് നിലവിളിച്ച് മുട്ടുകുത്തി ദൈവത്തോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരെ കണ്ടു. പക്ഷേ കർത്താവ് പറഞ്ഞു, ഒരിക്കലും അവർക്ക് അവിടെ നിന്ന് കരകയറ്റമില്ല. കാരണം അവർക്ക് ഞാൻ അവസരം കൊടുത്തപ്പോ ആ അവസരം അവർ ഉപയോഗിക്കാഞ്ഞത് കൊണ്ട് അവരുടെ മരണത്തോടുകൂടെ നരകത്തിൽ പോയി ഇനി ഒരിക്കലും ഇവിടെ നിന്ന് കയറി വരാൻ പറ്റത്തില്ല. ഞാൻ ദൈവമക്കളോട് പറയാം, ദൈവം നൽകിയ അവസരങ്ങളെ പാഴാക്കിയിട്ട് പിശാച് അവന്റെ തന്ത്രത്താൽ നമ്മുടെ ആത്മാവിനെ എടുത്തുകൊണ്ട് പോയാൽ പിന്നെ ഒരിക്കലും കയറി വരാൻ കഴിയാത്ത നിത്യ നരകത്തിൽ നാം തള്ളപ്പെടുന്നത് കൊണ്ട് നമ്മുടെ ആത്മാവിനെ, വിശുദ്ധ ജീവിതത്തെ നമ്മ പവിത്രമായി സൂക്ഷിച്ച് ആ നിത്യത പ്രാപിക്കാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. വെറും ഒരു സ്വർഗമല്ല, അതിന്റെ അപ്പുറത്ത് ആത്മജ്ഞാനമുള്ളവരായി, ആത്മവിവേകമുള്ളവരായി, സ്വർഗത്തിൽ വലിയ പ്രതിഫലം കിട്ടണമെന്ന് താല്പര്യത്തോടെ നാം ജീവിക്കുന്നെങ്കിൽ അത് ഒരു അനുഗ്രഹമാക്കി കർത്താവ് മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ബിലെയാം, നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെടും എന്ന് ഞങ്ങൾ അറിയുന്നു. ആരറിയുന്നു? മോവാബ് രാജാവ് അറിയുന്നു ബിലെയാമിനെ. നമ്മളെ കുറിച്ച് നമ്മൾ അറിയുന്നതിനേക്കാൾ ആർക്കറിയാം? മോവാബിനറിയാം, പിശാചിനറിയാം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല? നമ്മളെ കുറിച്ച് അറിയുന്നില്ല. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം നമ്മളോടൊരു കാര്യം ഒരു പ്രാവശ്യം പറയുള്ളൂ, നമ്മളത് ദൈവജ്ഞാനത്താൽ, ദൈവശക്തിയാൽ അതിലേക്ക് പിന്നെ സ്റ്റെപ്പ് വെക്കാതെ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ പുറകെ പോകുവാനിടയായി ചേരണം. ദൈവത്തിന് സ്തോത്രം. ദൈവം തന്നോട് പറഞ്ഞത് പ്രകാരം രണ്ടാം പ്രാവശ്യം നിർബന്ധിച്ചപ്പോ ബിലെയാം മോവാബ് രാജാവിന്റെ അടുക്കിലേക്ക് പോയി. അവിടെ പറയാനുള്ളതെല്ലാം ദൈവം പറഞ്ഞതുപോലെ പറഞ്ഞു. അപ്പം മോവാബ് രാജാവ് ബിലെയാമിന്റെ കൈ പിടിച്ച് ഞെരിച്ചിട്ട്, നിന്നെ ഞാൻ ശപിക്കാൻ കൊണ്ടുവന്നു, നീ അവരെ അനുഗ്രഹിച്ചു. ബിലെയാം പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയും. അന്നേരെ ഞാൻ പറഞ്ഞു, ദൈവം പറഞ്ഞതേ ഞാൻ പറയുള്ളൂ. അപ്പൊ പറഞ്ഞു, എനിക്ക് വലിയ സമ്മാനങ്ങൾ നൽകി നിന്നെ മാനിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നീ എന്ത് ചെയ്തില്ല?
ശപിക്കാത്തത് കൊണ്ട് സ്തോത്രം നിനക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സമ്മാനം ഒന്നും കിട്ടുകയില്ല. ഈ പുള്ളി അവിടെ നിന്ന് വന്നതേ ഉള്ളിൽ എന്താണ്, സമ്മാനം കിട്ടുമെന്നുള്ള, ഇപ്പോൾ സമ്മാനമില്ലാതെ പോകേണ്ട. അപ്പോൾ ഇവൻ്റെ ഉള്ളിലൊരു ചിന്ത, ദൈവം പറഞ്ഞതേ പറയാൻ പാടുള്ളൂ എന്ന് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതേ പറഞ്ഞുള്ളൂ, പക്ഷെ ഈ സമ്മാനം എനിക്ക് കിട്ടുകയാണ്. അപ്പൊ സമ്മാനം എനിക്ക് ഹല്ലേലൂയ കിട്ടുകയും വേണം. പിന്നെ തനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് നല്ലൊരു മരണം വേണം. സ്തോത്രം. 23:10 താനും അതേ പദം പറയുക. ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ശേഷം ഭാഗം വായിച്ച് അവിടെ പറയുക. ആമേൻ. 23:10 പറയാ. അടുത്ത വാക്ക് ശ്രദ്ധിയോ, അവൻ്റേതുപോലെ. ബെന്യാമീന്റെ ആഗ്രഹം, എനിക്ക് വെറുതെ ഒന്നും മരിച്ചാൽ പോരാ, ഭക്തന്മാർ മരിച്ചതുപോലെ അവരുടേതുപോലെ എൻ്റെ മരണമാകണം. വലിയ ആഗ്രഹമൊക്കെ ഉള്ള വ്യക്തിയാണ്. സ്തോത്രം. പക്ഷേ വല്ല മുമ്പിൽ നല്ല ആഗ്രഹവും ദൈവശബ്ദം ഉണ്ടെങ്കിലും പുള്ളിയുടെ ചിന്തകൾ ഇവിടെ ഏതിലുടക്കി, മോവാബ് രാജാവിൻ്റെ സമ്മാനത്തിലുടക്കി. ശ്രദ്ധിച്ച് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ എനിക്ക് കാര്യം മനസ്സിലാവാം. അപ്പം ഈ സമ്മാനത്തിലുടക്കിയപ്പോൾ ഇവനിങ്ങനെ തലപുകഞ്ഞ് ആലോചിച്ചു, എങ്ങനെ ഈ രാജാവിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം മേടിക്കാം. ദൈവത്തെ കോപിക്കാനും പറ്റില്ല, കാരണം ദൈവം പറഞ്ഞത് അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ശിക്ഷിക്കുകയും ചെയ്യും. അപ്പം സ്തോത്രം, ഈ മോവാബ് രാജാവിൻ്റെ അടുത്ത് ബലിയാൻ പോകാൻ നേരത്തോടെ ഞാൻ നിങ്ങൾക്ക് ഒരു സൂത്രം പറഞ്ഞു തരാം. എവിടെ ശ്രദ്ധിക്കണേ. ഒരു സമയത്തേക്ക് ജഡം കയറി പിശാചിൻ്റെ കയ്യിൽ ആയുധമായ സംഭവമാണ്. ആമേൻ. എന്താ സൂത്രം എന്നറിയാവോ? സൂത്രം, മോവാബ് രാജാവിൻ്റെ അടുത്ത് ബലിയാൻ പറഞ്ഞു, രാജാവ് നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളുടെ ഇടയിലുള്ള സുന്ദരിമാരായ കന്യകമാരായ ആളുകളെ എന്ത് ചെയ്യണം, ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കിലേക്ക് നൃത്തം ചെയ്ത് അങ്ങ് പറഞ്ഞയക്കണം. സ്വതന്ത്രം. ഈ നൃത്തം ചെയ്യുമ്പോൾ ഇവരുടെ മേനി ഇളകി ഭയങ്കര നൃത്തം ചെയ്യുമ്പോൾ അവർക്ക് എന്തുണ്ടാകും, ഒരാകർഷണം ഉണ്ടാകും. ആമേൻ. സ്തോത്രം. ഭയങ്കര നൃത്തം ചെയ്യുമ്പോൾ ഇതേ സംഭവം തന്നെ ഇതേ സംഭവം തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ബിലെയാം മോവാബ് രാജാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ കന്യകമാരായിരിക്കുന്ന സ്ത്രീകളെ നന്നായിട്ട് സൗന്ദര്യമുള്ള നൃത്തം ചെയ്താണ് നല്ല സ്റ്റെപ്പ് വെച്ച് ഡാൻസ് കളിക്കാൻ അറിയുന്നവർ അങ്ങോട്ട് വിട്ടോണം. അപ്പം അവരെന്ത് ചെയ്തോളും, അവിടെ പോയി ഡാൻസ് കളിക്കുമ്പം ഇവർ കണ്ണും കായും ഒക്കെ കാട്ടി ഇവരുടെ പുറകെ വരും. സ്തോത്രം. മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? സ്തോത്രം. എനിക്ക് മനസ്സിലായടാ. അപ്പം എന്ത് ചെയ്യരുത്? സ്തോത്രം. ആരെങ്കിലുമൊക്കെ നൃത്തം ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ഏറിന് കണ്ണിടുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യരുത്? സ്തോത്രം. മനസ്സിലായോ? അങ്ങോട്ട് മാത്രം നോക്കണ്ട. സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്ത് എന്തു വ്യാപരിക്കുന്നു എന്നറിയാവോ? പിശാചിന്റെ തന്ത്രം വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. തിരുവചനത്തിൽ ഒരു വ്യവസ്ഥയുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇണയില്ല പിണ. ആമേൻ. എന്ന് വെച്ചാൽ അവിശ്വാസികളുമായി വിശ്വാസികൾക്ക് എന്തു പൊരുത്തം, ഇതൊക്കെ വാക്യമാണ്. ഒരു കാരണവശാലും ദൈവം എന്ത് ചെയ്യരുത് പറഞ്ഞിട്ടുണ്ട്, അവിശ്വാസികളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. ഇനി എൻ്റെ അറിവിൽ ഒത്തിരി പേര് അങ്ങനെ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടത് എനിക്കറിയാം, പക്ഷെ ഒന്നും ചൊവ്വായിട്ടില്ല. സ്വത്രം. ഇവിടെ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ മോവാബ് രാജാവ് ഈ അവസരം നോക്കി കുറെ കന്യകമാരെ വിട്ടപ്പോ അവർ ചെന്ന് നൃത്തം വെച്ച് ഡാൻസ് നടത്തി അവരിവരുമായിട്ട് സ്തോത്രം ജീവിതം തുടങ്ങിയപ്പോൾ ഇസ്രായേലിന്റെ ഇടയിൽ ഇറങ്ങി വന്ന ദൈവം അവരെ വിട്ടുപോയി. മനസ്സിലായോ? അതിനുശേഷം
ആമേൻ, അവിടെ ബാധ ഇറങ്ങാനിടയായി ചേർന്നു. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ബിലെയാമിലൂടെ അവിടെ വെളിപ്പെട്ടത്. നമ്മൾ ഇപ്പൊ കാണുന്ന ലോകത്തിന്റെ ഇതൊക്കെ കാണുമ്പോൾ അതൊക്കെ ഇപ്പോൾ അവിടെ അങ്ങനെയാണ്, ഇവിടെ അങ്ങനെയാണ്, മറ്റവരങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ്, ആ സഭ അമേരിക്കയിൽ എങ്ങനെയാണ്, യൂറോപ്പിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സ്വതന്ത്രം ഇപ്പൊ എറണാകുളത്ത് ഇങ്ങനെയാണ്, മറ്റോടത്ത് ഇങ്ങനെയാണ്, ആ സഭയിൽ ഇങ്ങനെ, ഈ സഭയിൽ ഇങ്ങനെയാണ്, എല്ലാം ആയിക്കോട്ടെ. പക്ഷെ ബൈബിൾ എന്ത് പറയുന്നു? എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പ്രമാണമില്ല. ചെയ്ത കുഴപ്പമൊന്നുമില്ല. സംഭവിക്കുന്നത് എന്താണെന്നറിയോ? കർത്താവ് നമ്മുടെ ഇടയിൽ നിന്ന് പോകും, പിന്നെ പിശാച് കയറി താണ്ടവാടും. ഹല്ലേലൂയ. വലിയ സംഹാരങ്ങളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. പിശാച് വിവാഹബന്ധത്തിലൂടെ അല്ലെങ്കിൽ അവിവിക ബന്ധത്തിലൂടെ പിശാച് കയറും. കുടുംബത്തിൽ വരുന്ന നാശം നമ്മൾ വഹിക്കേണ്ടി വരും. സ്തോത്രം. പിശാചിന് അവകാശം പറയുന്ന ഒരു സാധനവും നമ്മുടെ സ്തോത്രം പേഴ്സിലുണ്ടാകരുത്, നമ്മുടെ വീട്ടിലുണ്ടാകരുത്, നമ്മുടെ ജീവിതത്തിലുണ്ടാകരുത്, നമ്മുടെ തലമുറയിലുണ്ട്, നമ്മളിൽ ഒന്നും ഉണ്ടാകരുത്. അതോടുകൂടെ നമ്മുടെ ജീവിതം മുഴുവൻ താറുമാറാകും. എന്നിട്ട് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. വായിച്ചേ, സംഖ്യാപുസ്തകം 24:14 വായിച്ചേ. അതെ, അടുത്ത അധ്യായം. ഇവിടെ സൂത്രം പറഞ്ഞു കൊടുത്തേച്ച് അമ്മേൻ ബിലിയാമ് ഇപ്പോൾ ഇതാ ഞാൻ എൻ്റെ അടുക്കിലേക്ക് പോവാം. ഭയങ്കര സമ്മാനമൊക്കെ കിട്ടി. അമ്മേൻ ബിലിയാം അങ്ങനെ യാത്രയായി. അടുത്ത 25:1 വരുമ്പോൾ ഇസ്രായേൽ സിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യസ്ത്രീകളുമായി പരസംഗം ചെയ്തു. അങ്ങനെ തങ്ങളുടെ ദേവന്മാരെ ഈ സ്തോത്രം ബലി കഴിക്കാൻ ഇവരുടെ നിർബന്ധത്തിൻ്റെ അടുത്ത് എല്ലാം വഴങ്ങി എല്ലാ പരിപാടി ചെയ്തു. 31:16 കടന്നു വരുമ്പോൾ 31:16 കടന്നു വരുമ്പോൾ അവിടെ വായിച്ചു, ബിലിയാമിൻ്റെ ഉപദേശത്തായി ഇസ്രായേൽ മക്കൾ യഹോവയുടെ ദ്രോഹം ചെയ്യുവാനും അവരുടെ സഭയിൽ ബാധയുണ്ടാകുവാനും ഹേതുവായി. സ്തോത്രം. അവിടെ എന്തുണ്ടായി? ബാധയുണ്ടായി. സ്തോത്രം. തകർച്ച ഉണ്ടായി. ഒറ്റ കാരണമാണ്, പിശാചിൻ്റെ തന്ത്രത്തിനകത്ത് ഇസ്രായേൽ ജനം പെട്ടുപോയി. ഹല്ലേലൂയ. അവർക്ക് കൊടുത്ത പ്രമാണത്തിന് പുറത്തുപോയി. ഇപ്പോൾ നിലവിളി മാത്രമാണ് ഇസ്രായേൽ പാളയത്തിനകത്തുള്ളത്. കാരണം ആ നിലവിളിയുടെ കാരണം പരസംഗമാണ്. സ്തോത്രം. ആ നിലവിളിയുടെ കാരണം പരസംഗമാണ്. എന്നിവിടെ പറഞ്ഞാൽ അതുകൊണ്ട് ആ ഇസ്രായേൽ ജനത്തിൽ പരാജയം ഉണ്ടായി. 2 സ്തോത്രം. ഈ ബിലെയാമിനോടുള്ള ബന്ധത്തിൽ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ അടുത്ത 31:8 കടന്നു വരുമ്പോൾ അവിടെ നെബോത്തിന്റെ മകനായ ബിലെയാമും അവർ വാളുകൊണ്ട് ബിലെയാമിനെയും അവർ വാളുകൊണ്ട് കൊന്നു. ഇവൻ വലിയ സമ്മാനമൊക്കെ മേടിച്ച് ബിലെയാം വിചാരിച്ചു, ഇപ്പം ഞാൻ എന്ത് ചെയ്തു, നല്ല സൂത്രം ഉപയോഗിച്ചു. മോവാബ് രാജാവിന് സൂത്രം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് വലിയ സമ്മാനം, രാജാവ് തരുന്ന സമ്മാനമല്ലേ, ഈ സമ്മാനം കൊണ്ട് അടിപൊളിയായിട്ട് ജീവിക്കാമെന്നും പറഞ്ഞ് പോയതാ. ഇനി ശിഷ്ടകാലം മുഴുവൻ ഇനി പ്രവചിച്ചില്ലേലും പ്രാർത്ഥിച്ചില്ലേലും എന്ത് ചെയ്യുക, സുഖമായിട്ട് ജീവിക്കാം. കാരണം അതിന് മാത്രമുള്ള സമ്പത്ത് സ്തോത്രം ഉണ്ട്. പക്ഷേ അടുത്ത ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ യുദ്ധം ബിലെയാം പാർക്കുന്ന ദേശത്ത് വന്നു. അവിടെ യുദ്ധത്തിനകത്ത് ബിലെയാം എന്ത് ചെയ്തു? ഈ വാളാൽ ബിലെയാമും മരിച്ചുപോയി. ഒന്ന് ചിന്തിച്ചേ, ബിലെയാം ഈ രാജകൊട്ടാരത്തിൽ നിന്ന് കിട്ടിയ സമ്പത്തൊക്കെ അവന് ഗുണം ചെയ്തു. അവൻ ഇന്നെ പ്രവചിച്ചും പ്രാർത്ഥിച്ചും സന്തോഷിച്ചും ദൈവശബ്ദം കേട്ടും ദൈവത്തോടു കൂടെ നടന്നും കുറഞ്ഞൊരു 40 വർഷം കൂടെ ജീവിക്കേണ്ടവനായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ വ്യവസ്ഥകൾക്ക് പുറത്തു പോയപ്പോൾ അവന് ദൈവശബ്ദം ഇല്ലാതായി, ദൈവാനുഗ്രഹം ഇല്ലാതായി, ഇവിടെ നിന്ന് കിട്ടിയ സമ്പത്തില്ലാതായി, ഇവൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം, പിശാച് തന്ത്രശാലിയാണ്. പിശാച് ആരാണ്? തന്ത്രശാലിയാണ്. അവൻ നമ്മളെ ഏതറ്റം വരെയും ഏത് വിധേനയും ഇല്ലാതെയാക്കാൻ, നമ്മുടെ പ്രാർത്ഥനകൾ ഇല്ലാതെയാക്കുവാൻ, നമ്മുടെ ആരാധനകൾ ഇല്ലാതാക്കുവാൻ, നമ്മുടെ ആത്മീയ സന്തോഷങ്ങൾ ഇല്ലാതാക്കുവാൻ അവനെ കൊണ്ട് പറ്റുന്ന സകല തന്ത്രവും അവൻ പയറ്റും. അവന് ശക്തിയില്ല, അവന് തന്ത്രം മാത്രമേ ഉള്ളൂ.
അവൻ എന്തില്ല? പിശാചിന് ശക്തിയില്ല, തന്ത്രം മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, തന്ത്രങ്ങളെ ജയിക്കാൻ ശക്തിയുള്ള നമുക്ക് പറ്റും. ദൈവം നമുക്ക് നൽകിയ ജ്ഞാനം ഉപയോഗിച്ചാൽ മതി. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവത്തെ വിട്ടിട്ട് ഒരു പരിപാടിക്കും ഇല്ലെന്ന് ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. 2, ദൈവവചനത്തിന് വിരോധമായ ഒരു പ്രവൃത്തിയും ഹല്ലേലൂയ നമ്മൾ പോകയില്ലെന്ന് തീരുമാനിക്കുക മാത്രമല്ല, ദൈവത്തിന് ഇഷ്ടമായ കാര്യങ്ങൾ നാം ചെയ്യുന്നതിൽ വ്യഗ്രതയുള്ളവരായിരിക്കണം. കഴിഞ്ഞ ദിവസം 110-ാം സങ്കീർത്തനം ആ ഭാഗത്തുനിന്ന് ഞാൻ ശുശ്രൂഷിച്ചു. എത്ര പേർക്ക് ആ ഭാഗം ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. അവിടെ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ എന്ത് ചെയ്യാണ്? താമസിക്കാതെ എന്ത് ചെയ്യാണ്? ബന്ധപ്പെടുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ ബന്ധപ്പെടുക. ഏത് കാര്യം കർത്താവ് പറഞ്ഞാലും തീഷ്ണതയോടെ ഞാൻ ആ കാര്യം ചെയ്യാമെന്ന് ഹല്ലേലൂയ പറയുകയാണെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ കർത്താവ് പറഞ്ഞു, നീ ഒരു വിജയാകും. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥനയ്ക്ക് ബന്ധപ്പാടുണ്ടോ? സന്ധ്യ പ്രാർത്ഥനയ്ക്ക് എത്ര പേർക്ക് ബന്ധപ്പാടുണ്ട്? പ്രഭാത പ്രാർത്ഥനയ്ക്ക് എത്ര പേർക്ക് ബന്ധപ്പാടുണ്ട്? ബൈബിൾ വായിക്കാൻ എത്ര പേർക്ക് ബന്ധപ്പാടുണ്ട്? കൂട്ടായ്മ ആചരിക്കാൻ എത്ര പേർക്ക് ബന്ധപ്പാടുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദിവസവും ഹല്ലേലൂയ ഒരധ്യായം ബൈബിൾ വായിക്കുന്ന എത്ര പേരുണ്ട്? കൈവക്കണ്ട. സ്തോത്രം. നിങ്ങൾ എന്നിട്ട് കർത്താവ് അനുഗ്രഹിച്ചില്ലെന്നും പറഞ്ഞ് കർത്താവിനെ കുറ്റം പറയരുത്. സ്തോത്രം. പിശാച് പറയും, ആ തിരക്ക്, ഈ തിരക്ക്, മറ്റേ തിരക്ക്, അവിടെ പോ, ഇവിടെ പോ, ആ കാര്യം ചെയ്, മറ്റേ കാര്യം കാണ്, മൊബൈൽ കാണ്. സ്തോത്രം. പലതും കണ്ടു കഴിയുമ്പോൾ എന്തില്ല? പ്രാർത്ഥിക്കാൻ സമയമില്ല. കുഴപ്പമില്ല. പിശാചിൻ്റെ പദ്ധതിക്കകത്ത് സ്തോത്രം നമ്മൾ പെട്ടുപോയിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ വീട്ടിൽ വരാതിരിക്കുന്നത് അത് പിശാചിൻ്റെ വലിയ തന്ത്രമായതുകൊണ്ട് നമ്മൾ പറയണം, എൻ്റെ ആത്മീയ കാര്യം കഴിഞ്ഞിട്ട് ഭൗതിക കാര്യത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കുകയുള്ളൂ. എൻ്റെ സ്വന്തം ചർച്ചക്കാരാകട്ടെ, വീട്ടുകാരാകട്ടെ, നാട്ടുകാരാകട്ടെ, എൻ്റെ ജീവിതമാകട്ടെ, എല്ലാത്തിനും മുമ്പിൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ കർത്താവിനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ തന്നെ അത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. പിശാച് നമ്മുടെ മുമ്പിൽ അടിയറ വെക്കാൻ ഒരൊറ്റ വഴി, ദൈവം പറഞ്ഞതേ ഞാൻ ചെയ്യുള്ളൂ. ദൈവം ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യം ഞാൻ ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചാൽ ഞാൻ നിങ്ങളോട് പറയാം, അത് തന്നെ ഒരു വലിയ ബ്ലെസ്സിംഗ് ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഏത് വിധേനയും നമ്മൾ തെറ്റിച്ച് കളയാൻ അവർ രാപകൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവവചനത്തിൽ പറയുന്നു, പിശാച് നിന്റെ വാതിക്ക് കിടക്കുന്നു. അടുത്ത ബാക്കി എന്താ? അവൻ നമ്മുടെ വാതിക്ക് ആരുണ്ട്? അതിൻ്റെ ആഗ്രഹം എങ്ങനെയാ? സ്തോത്രം. ഇറച്ചി വീട്ടിനകത്ത് വെന്തുകൊണ്ടിരിക്കുമ്പം അയൽവക്കത്തെ പൂച്ച ഇങ്ങനെ വന്നിട്ട് സ്തോത്രം ഹല്ലേലൂയ. ഞങ്ങളുടെ ഇവിടെ ഇറങ്ങി ചെറുതായിട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ പുളി ഇങ്ങനെ വന്നിട്ട് മ്യാവെന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൻ്റെ വാതിക്ക് ആരുണ്ട്? ആമേൻ. വീട്ടിൻ്റെ അകത്ത് കയറാൻ നമ്മൾ ഇച്ചിരി അവിടെ നിന്ന് തുറന്നു മതി, ചാടി. ഇതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. സ്തോത്രം. ഹല്ലേലൂയ. പിശാച് നിന്റെ വാതിക്ക് കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്, നമ്മളോടാണ്. പിശാച് ആമേൻ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമ്മളെ ഒന്ന് പിടിക്കാൻ, നമ്മളെ ഒന്ന് കാണാൻ, നമ്മളെ ഒന്ന് ഇല്ലായ്മ ചെയ്യാൻ അവനെ കൊണ്ട് അവൻ പറ്റുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ആമേൻ. യോബിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ പിശാച് എന്ത് ചെയ്യുന്നു? ഊടാടി സഞ്ചരിക്കുന്നു. ഈ ഊടാടി സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകും. സ്തോത്രം. ഹല്ലേലൂയ. എപ്പോഴും എന്ത് ചെയ്യാണ്? നമ്മളെ ചുറ്റിപ്പറ്റി ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ നമ്മുടെ അടുക്ക നമ്മൾ പിശാചി എന്ന് പറഞ്ഞാൽ പുള്ളി പോകും, ഇച്ചിരി കഴിയുമ്പോൾ തിരിച്ചു വരും. ഇപ്പം ഇതിന് എത്ര പറഞ്ഞാലും നാണമില്ലാതെ നമ്മുടെ ചുറ്റുമുണ്ട്. എന്തിനാണെന്നറിയാവോ? നമ്മളെ ഒന്ന് ഇല്ലായ്മ ചെയ്യാൻ. അവനിങ്ങനെ ഊടാടി സഞ്ചരിക്കുക. ആരെ കിട്ടും, എവിടെ കിട്ടും, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, അപ്പുറം പോകും, ഇപ്പുറം പോകും, ഓരോരുത്തരും. അപ്പം യോബിനെ എപ്പോഴേലും ഒന്നൊക്കെ പിടിക്കാൻ നോക്കി. അപ്പം നോക്കിയപ്പോൾ യോബിനെ ദൈവം എന്ത് ചെയ്തിരിക്കുക? ചുറ്റും വേലി കെട്ടി. സ്തോത്രം. ചുറ്റും എന്ത് ചെയ്യുക? അപ്പം പിശാച് അവിടെയും ചെന്നു, എവിടെയും ചെന്നു, സ്വർഗത്തിലും ചെന്നു. അവൻ അവിടെയും കയറും. നാണമില്ലാതെ എത്ര ആട്ടിയാലും പുള്ളി അവിടെ പിന്നെ ചെയ്യും. എന്നാലും എനിക്കൊരു പരാതിയുണ്ട്, എനിക്കൊരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ
പറയാനുണ്ട്, നീ ചെയ്യുന്നത് ശരിയല്ല, ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴും അവൻ നമ്മളെയും കുറ്റം പറയാൻ അവസരം കാത്തിരിക്കുമ്പോൾ ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. പിശാച് എത്ര ഓടിയാടിലും എൻ്റെ അടുക്കൽ അവന് യാതൊരു അവകാശ ഓഹരി ഞാൻ കൊടുക്കുകയില്ലാന്ന് നമ്മൾ എന്ത് ചെയ്യണം? തീരുമാനമെടുക്കണം. ആമേൻ. പിശാചിന് നമ്മുടെ സമ്പത്തിൽ തൊടാൻ അവസരം കൊടുക്കരുത്. പിശാച് നമ്മുടെ സ്വന്തം കുടുംബത്തിനകത്ത് ഒന്നിനെ നശിപ്പിക്കാൻ അവസരം കൊടുക്കരുത്. അവിടെയൊക്കെ ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട്. ആമേൻ. ഒരു കാരണമില്ലാതെ ശാപം എന്ത് ചെയ്യത്തില്ല? വരികയില്ല. സ്വത്രം ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ച് പ്രസംഗിക്കാൻ പറ്റിയല്ലോ. ഒരു കാരണമില്ലാതെ ശാപം വരികയില്ല. എന്നാൽ നന്മയും ഒരു കാരണമില്ലാതെ വരത്തില്ല. എന്നാൽ നന്മ വരാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, വിശുദ്ധിയിൽ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുക. നന്മയ്ക്ക് തടസ്സമായതിനെല്ലാം ദൈവം തട്ടിത്തെറിപ്പിക്കും. ഒരു സമയം വരെയും അവൻ ദുഷ്ടൻ നമ്മുടെ മേൽ ആധിപത്യം പുലർത്തിയാലും അല്ലെങ്കിൽ അവൻ നമ്മളെ നന്മയെ തടഞ്ഞു വെക്കാനും അവൻ വാഗ്ദത്തം ചെയ്ത് ദൈവം വിശുദ്ധനാണ്. സമയമാകുമ്പോൾ അവൻ അവന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുത്തി പിശാചിനെ തോൽപ്പിച്ച് യേശു വലിയവനാണെന്ന് നമ്മളിലൂടെ വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. പിശാച് എത്ര നമുക്കെതിരെ പ്രവർത്തിച്ചാലും 6 കഷ്ടതയിലൂടെ നീ പോയി 7 നിന്നെ എന്ത് ചെയ്യത്തില്ല? തൊടുകയില്ല. പലപ്പോഴും പലവിധ പ്രതിസന്ധികൾ അവൻ ഉണ്ടാക്കിയേക്കാം. ഇന്ന് കാണുന്ന ഈ പ്രതിസന്ധിക്ക് ഒരു അറുതിയായിരുന്നു ഞാൻ ആത്മാവിൽ തിരിച്ചറിയുകയാണ്. പ്രേക്ഷകരോ, സഭയ്ക്കകത്ത് ഈ പ്രതിസന്ധികളും അധികം താമസിക്കാതെ അതിവേഗത്തിൽ ദൈവത്തിന്റെ പദ്ധതിയാൽ മാറി വരുമെന്ന് ഞാൻ അവൻ നന്നായി തിരിച്ചറിയുന്നു. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തെ നോക്കി നിങ്ങൾ നിരാശ പറയരുത്. സാഹചര്യത്തെ നോക്കി നിരാശ പറയരുത്. രോഗത്തെ നോക്കി നിരാശ പറയരുത്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ പിശാചിനെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ആമേൻ. നമ്മളായിട്ട് ഏൽപ്പിച്ചു കൊടുക്കരുത്. നമ്മളായി ഏൽപ്പിച്ച് കൊടുക്കരുത്. സ്വത്രം ദൈവാനുഗ്രഹത്തിന് വഴി തുറന്നു കൊടുക്കുക. കർത്താവ് നമ്മളെ ഈ വചനങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ